എടോ വെയിറ്ററെ, ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്കേ. ഈ ആഹാരം വളരെ കുറവാണല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഷെഫ് എന്തുണ്ടാക്കുന്നു അതൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് വളരെ കുറവാണല്ലോ. അല്ല, താൻ എങ്ങോട്ടായി പോകുന്നത്? അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാണ്. തനിക്ക് എന്താണ് ഇതിനകത്തുള്ള പ്രശ്നമാണെന്ന് പറയാ. അല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല് ഇതില് ഉപ്പ് അല്പം കുറവാണ്. കേറി വന്നോളൂ തിന്നാനായിട്ട് ഓരോരുത്തന്മാരും. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ആഹാരം ശരിയല്ല എന്ന് പറഞ്ഞോളും. എന്റെ ഹോട്ടലിൽ നല്ല രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കാൻ നോക്കാം. കേൾക്കാം. ആരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഷെഫ് നല്ല ആഹാരം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും കഴിച്ചോളൂ. എന്താണ് ഇഷ്ടപ്പെടാത്തത്? അതൊന്ന് പറഞ്ഞേ. മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം എന്താണെന്ന് അറിയും. ഞാൻ തന്നെയാ പറഞ്ഞത്. പക്ഷെ ഇതിനേക്കാളും നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇവനോടൊരു കാര്യം പറഞ്ഞേക്കാം. അത്രയ്ക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ എന്റെ കിച്ചണിലേക്കൊന്ന് വാ. ജോർദാറെ, എല്ലാവരുടെ ബില്ല് നമുക്കേ കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ആവശ്യം എന്തായാലും വരാൻ പോകുന്നില്ല. ആർക്കെങ്കിലും ആഹാരം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൈ ഇങ്ങനെ നക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ സോർദാർ ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളുടെ മനസ്സിലൊന്നും വെക്കരുതേ. ഉസ്താദ്, നിങ്ങൾ എന്നെക്കാളും വലിയ ഉസ്താദാണ്. ദാഹിച്ചാൽ നമ്മൾ വെള്ളം കുടിക്കണം. എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ നിങ്ങൾ വെള്ളം കുടിക്കണം. നിങ്ങൾ എന്തായാലും ഞങ്ങളെ രക്ഷിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ താങ്ക്സും പറഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും എന്റെ പുറകെ വരരുത് പ്ലീസ്. എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ. നിങ്ങളോടൊപ്പം ചേർന്ന് എനിക്ക് നന്നായിട്ട് പാചകം പഠിക്കണം. എടോ, ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വെച്ച് തന്നെ കൊണ്ട് പഠിക്കാൻ കഴിയോ? ബണ്ണി, എന്തെങ്കിലും ചെയ്യാ. ഇവൻ പുറകെ വരുന്ന നിർത്താനായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഐഡിയ. ഷെഫ്, ഷെഫ്, നിങ്ങളുടെ ഉസ്താദിന് വേണ്ടി ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരാൻ കഴിയില്ലേ? എന്തുകൊണ്ട് കഴിയില്ല? ഇപ്പൊ വാങ്ങിട്ട് വരാം. എന്തായാലും ഇവിടെ എത്തിയല്ലോ. നമുക്ക് സാധനങ്ങളൊക്കെ ഉടൻ തന്നെ വാങ്ങിയേക്കാം. സാധനങ്ങളുടെ ലിസ്റ്റ്. ഇവിടെ 50% ഓഫർ ഉള്ളതാണ്. നിങ്ങൾ എന്തായാലും സുഖമായിട്ട് ഇവിടെ ഇരിക്കുക. നിങ്ങൾക്കുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് വരാം. ഇവിടുന്ന് രക്ഷപ്പെടാൻ വരൂ. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കില്ല. ഉസ്താദിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാൻ പുറകെ വരാതിരിക്കില്ല.
എന്തായാലും സ്കൂട്ടറിനെ എയറോപ്ലെയിൻ ആക്കി മാറ്റിയുള്ള പണി. ഞങ്ങളെ രക്ഷിച്ചതിന് വേണ്ടി വീണ്ടും ഒരു താങ്ക് യു. ഇതെന്റെ കടമയാണ്. എന്റെ ഉസ്താദിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് പാചകം എന്തായാലും എന്റെ ഉസ്താദ് പഠിപ്പിച്ചു തരും. ദാ നോക്ക്, ഇങ്ങനെയൊക്കെ ചെയ്ത് ആരടുത്തുനിന്ന് ഒന്നും തന്നെ പഠിക്കാൻ കഴിയില്ല. ഷെഫ്, ഇങ്ങനെയൊക്കെ സംസാരിച്ച ആരും പാചകം പറഞ്ഞു തരില്ല. പറഞ്ഞു തരുന്ന ആൾക്ക് എന്തായാലും പറഞ്ഞു തരാൻ ഒരു മനസ്സുണ്ടാവണമല്ലോ. സംശയമുണ്ടോ? ദേ നോക്ക്, നീ ഉണ്ടാക്കുന്ന പാചകം നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ റെസ്റ്റോറന്റിലേക്ക് ഞങ്ങൾ വന്നത്. പക്ഷെ ആർക്കും തന്നെ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എനിക്കാണോ തെറ്റുപറ്റിയത്? എനിക്ക് പാചകം ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ വളരെ സ്നേഹത്തോടെയാണ് ആഹാരം ഉണ്ടാക്കുന്നത്. നീ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കാൻ നോക്ക്. തെറ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നന്നാവാൻ കഴിയുക? ആഹാരം അഹങ്കാരത്തോടെയല്ല, സ്നേഹത്തോടെ ഉണ്ടാക്ക്. അങ്ങനെ ചെയ്താൽ നീ ഉണ്ടാക്കുന്ന ആഹാരം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. എനിക്ക് എന്റെ എല്ലാ തെറ്റുകളും മനസ്സിലാക്കി തന്നു. ഉസ്താദാണ് എന്റെ വലിയ ഉസ്താദ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തായാലും പോവുകയാണ്. ഇനി ഞാൻ എല്ലാവർക്കും സ്നേഹത്തോടെ തന്നെ ആഹാരം ഉണ്ടാക്കും. ഞങ്ങൾ നിന്നെ കൊണ്ടുവന്നാക്കാം. നീ എങ്ങനെ പോകാൻ പോകുന്നേ? ട്രെയിനിലാണ് പോകാൻ പോകുന്നത് അതോ എയർപോർട്ടിലോട്ടാണ് പോകുന്നേ? ഇതെന്തായാലും ഒരു കഠിനമായ ചോദ്യമാണ്. ഉസ്താദ് നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു മണ്ടൻ തന്നെയാണ്. ചേട്ടാ, ഇത് എത്ര സമയമാവെന്ന് പറ. ഞങ്ങൾക്ക് കിറ്റിയുടെ പ്രോഗ്രാം കാണാൻ പോവുള്ളതാ. എന്താ എത്ര സമയം എടുക്കുന്ന ചോദിച്ചേ? സമയമെടുക്കും, പക്ഷെ അത്രയ്ക്ക് എടുക്കില്ല. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. ഞാൻ മുകളിലോട്ട് കയറി ചെന്ന് സംസാരിക്കാം. ഈ ട്രാഫിക്കിന്റെ ശബ്ദം കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ചേട്ടാ, ഇത് ശരിയാക്കി എടുക്കാൻ ചേട്ടന് എന്തോരം സമയം വേണ്ടി വരും? ആ കഴിഞ്ഞു. കൊള്ളാലോ. ഓക്കേ. ആ ചേട്ടനെ കഴിയാറായെന്നാ പറഞ്ഞത്. പക്ഷെ ഇതുവരെ ലൈറ്റ് എത്തിയിട്ടില്ല. വരും, അയാളടുത്ത് പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ ശരിയാവും. ഹണിക്ക് പറ്റിയ കൂട്ടുകാരനാ. ടെലിഫോൺ പോസ്റ്റേ കയറി ഇരിക്കുന്നവൻ എങ്ങനാ കറണ്ട് ശരിയാക്കുന്നത്? ആ കഴിഞ്ഞു. ഇനി ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾ കറണ്ട് ശരിയാക്കിയില്ലേ? ഞാനെന്തിനാ അതൊക്കെ ചെയ്യുന്നേ? ഞാനേ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ആളാ. അതൊക്കെ ഇലക്ട്രിസിറ്റിക്കാരുടെ പണിയാ. നോക്കി ഹണി, നോക്കി. നമുക്ക് ഒരു സൈക്കിളിന്റെ വീൽ വേണം. അതുപോലെ നമുക്ക് ചെറിയൊരു മോട്ടോർ വേണം. പിന്നെ ഒരു കാറിന്റെ ബാറ്ററിയും. അത്രേ ഉള്ളൂ. മോട്ടർ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ എല്ലാരും ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാൻ നോക്കേ. ഞാൻ തോത്താറാമിന്റെ കയ്യിൽ നിന്ന് ബാറ്ററി വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ പോയി സൈക്കിളിന്റെ വീല് കൊണ്ടുവരാം. എന്നാ പോകാം. അതെ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കാ. ഇതെന്താ പാർക്കാണെന്ന് വിചാരിച്ചോ ഇങ്ങനെ ഊഞ്ഞാലാടാൻ? ഞാൻ കുടുങ്ങിയിരിക്കണ, എന്നെ ഒന്ന് രക്ഷിക്കണേ. നീ ടയറിനകത്ത് കേറിയത് എന്തിനാ? നിന്റെ കടയിലുള്ള സാധനമൊക്കെ എന്റെ കടയിലാ വന്ന് വീഴുന്നത്. കട നടത്തുമ്പോ മര്യാദക്ക് നടത്ത്, മനസ്സിലായോ? എടോ, തനിക്ക് തന്റെ ചട്ടിയെടുത്ത് അകത്തുകൊണ്ട് വെച്ചൂടെ? കൂടുതൽ സംസാരിക്കണ്ട. സംസാരിച്ചാ നിന്നെ അടിച്ചു പരത്തി ചുരുട്ടിയെടുത്ത് ഷോക്കേഴ്സിൽ വെക്കും. അതിനു മുമ്പ് തന്നെ ഞാൻ അയൺ ചെയ്ത് ഉണക്കി വടിയാക്കി ആങ്കറിൽ തൂക്കും. കേട്ടോടോ? നിങ്ങൾ വഴക്കൂടണ്ട. ഇത് ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. നിങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചോ. അപ്പൊ കടയ്ക്ക് നല്ല ഭംഗിയുണ്ടാവും. തോത്താറാം, എനിക്ക് ബാറ്ററി വേണം.
ഇത് കൊണ്ടുപോയി നീ നിന്റെ തലയ്ക്കകത്തെ ബൾബ് കത്തിക്ക്. എന്താ എന്ത് പറ്റി? എനിക്ക് കാറിന്റെ ബാറ്ററിയാ വേണ്ടത്. അത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഇതാ തന്നേക്കാം. താങ്ക് യു. നാളെ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ബൈ ബൈ. ജോർദാറെ, നീ ഈ പ്ലേറ്റ് 4 ബ്ലൈഡ് പോലെ കട്ട് ചെയ്യണം. ഹണിയും നന്ദുവും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇത് നന്നായിട്ട് കെട്ടിവെക്കണം. പോപ്പട്ടെ, നീ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, ആണിയിടാനുള്ള ദോരം ഇടാൻ മറന്നുപോയി. അടിച്ചു പൊളച്ചു തിമിർത്തു. നിന്റെ കൂടെ ഉള്ളത് ഈ പോപ്പട്ടാണ്. നിക്ക്. ആ, കൊച്ചലിയ, ഞങ്ങളുടെ കോണി വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് നിവർത്തി വെച്ച് ബാലൻസ് നോക്ക്. വിട്ടേക്ക് നന്ദു, അതവിടെ വെച്ചിട്ടേ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എടാ കഴുതകളെ, എന്തെങ്കിലും ചെയ്യുമ്പോ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ? ആ? അത് ശരി, എന്റെ അടുത്താണോ നിന്റെ കളി? അയ്യോ, കൊച്ചലിയാ, കൊച്ചലിയാ. എന്തു പറ്റി? എന്തിനാടാ മരത്തിന്റെ മോളിൽ കയറിയിരുന്ന് കൊരങ്ങന്മാരെ പോലെ വിളിച്ചു പോകുന്നത്? ഈ മരത്തിലിരുന്ന എന്റെ ആപ്പിൾ ആരോ എടുത്ത് കട്ട് തന്നു. എടാ കഴുതേ, ഇത് ആപ്പിളിന്റെ മരം അല്ലടാ. അതെനിക്കറിയാം. ഞാൻ എന്റെ ആപ്പിളെ ഈ മരത്തിലെ കൊണ്ട് വെച്ചിരുന്നത്. അല്ല, അതെന്തിനാ? എനിക്ക് ഫ്രഷ് ആപ്പിൾ കഴിക്കാനായിരുന്നു. ഡോക്ടർ ബാലു പറഞ്ഞിട്ടുണ്ടായിരുന്നു മരത്തിലുള്ള ഫലങ്ങള് നല്ല ഫ്രഷ് ആയിരിക്കുമെന്ന്. ഓ, ഈ ഹണി ഇങ്ങനെ വളർന്നു വരുന്തോറും അവന്റെ ഉള്ളിലെ കഴുതയും വളർന്നുകൊണ്ടിരിക്കുക. സംശയമുണ്ടോ? ഒരു സംശയമില്ല. താഴേക്ക് ഇറക്കടാ. നിന്റെ ആപ്പിൾ പോലെ കാക്ക എടുത്തോണ്ട് പോയി കാണും. ഹായ് ഹായ്, പൈനാപ്പിൾ കേക്കിന്റെ മേലെ ഈ ആപ്പിൾ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രേതം ഭൂതൊന്നും ഇല്ല. എന്റെ അമ്മച്ചി, എന്റെ പൊന്ന് വലിയ ഇത് ഞാനാ. സ്റ്റോറൂമിൽ നിന്നാണ് ശബ്ദം വരുന്നത്. എന്നാ ഞാൻ പോയി നോക്കാം. നീ അങ്ങോട്ടെങ്ങോട്ടാ പോകുന്നേ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. പുറത്താരെങ്കിലും സഹായത്തിന് കിട്ടുമോ നോക്കട്ടെ. പേടിക്കൊണ്ട, നീ സ്റ്റോർ റൂമിലേക്ക് പോടാ. അവിടെ നില്ലടാ, അകത്തേക്ക് വേണം. ദേ നോക്കിയേ, നമ്മൾ വെറുതെ പേടിച്ചത്. ഇതെന്റെ കളിപ്പാട്ടത്തിന്റെ ശബ്ദമാ. കീ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൈ കൊട്ടിച്ചിരിക്കും. മനസ്സിലായോടാ പേടിത്തൊണ്ടന്മാരെ? ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ നമ്മൾ 4 പേരും അടുക്കളയിലായിരുന്ന സമയത്തേ ഈ കളിപ്പാട്ടത്തിൽ ആരാ കീ കൊടുത്തത്? നമ്മളെ ആരും ഇട്ട് കളിപ്പിക്കുകയാണെന്നാ തോന്നുന്നത്. മാലാഖമാർക്കിടയിൽ നിന്ന് ഞാനിങ്ങോട്ട് വന്നത് നന്നായി. ഇവിടെ വന്നിട്ട് എന്തായാലും നല്ല രസമുണ്ട്. അയ്യോ ദൈവമേ, ആ ബണിയുടെ അടപ്പിളയി കാണൂ ഇപ്പോ. ഹണി, വേഗം പോയി ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്തോണ്ട് വാ. ബണി, നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഐസ് വെച്ചാൽ ഈ നീര് കുറഞ്ഞു കിട്ടും. ആദ്യം ഞാൻ ഗോലി ഇട്ട് അവനെ കിടിച്ച് സൂപ്പാക്കും. അല്ല, ആരാ ഈ പണി ഒപ്പിച്ചേ? ഹലോ, എനിക്ക് അയ്യൊന്നും വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. ഹലോ ചേട്ടാ, ഞാൻ ചേട്ടനോട് ഹലോ എന്നാ പറഞ്ഞത്. അല്ല, നീ ആരാണ്? മട്കു. അല്ല, നീ ഫ്രിഡ്ജിൽ എന്തെടുക്കോ മട്കു? ഞാൻ കുറച്ച് തണ്ണിമത്തം കഴിക്കാൻ വേണ്ടി
ഫ്രിഡ്ജിനകത്തിരിക്കുന്ന തണ്ണിമത്തം പുറത്തെടുത്താ കഴിക്കാറുള്ളത്, അല്ലാതെ അതിന്റെ അകത്താരും കേറി ഇരിക്കില്ല. അത് പിന്നെ പുറത്ത് ഭയങ്കര ചൂടല്ലേ, ഞങ്ങള് മാലാഖമാര് തണുപ്പുള്ള സ്ഥലത്തല്ലേ ജീവിക്കുന്നത്. മാലാഖയോ? അതെ ചേട്ടാ, ഞാനൊരു മാലാഖയാണ്. മാലാഖ? എന്നാ വേഗം വാ, എന്റെ കൂട്ടുകാരെ നിന്നെ കാണുമ്പോ ഒരുപാട് സന്തോഷിക്കും. അല്ല ഇതാരാ? ഇത് മാലാഖയാ, മാലാഖമാരുടെ ലോകത്തുനിന്ന് വന്നതാ. അയ്യോ, നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ? സോറി, ഞാൻ ആ സമയത്ത് അത് എടുക്കാൻ പോയപ്പോഴാ താഴെ വീണത്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ നീര് വേഗം തന്നെ മാറും. ആ ഇവര് തൊട്ടപ്പോ എല്ലാ മുറിവുകളും പോയല്ലോ. ഇവർ മാലാഖയാ. ഞാൻ മട്കു മാലാഖ. മട്കു മാലാഖയോ? അതെ അതെ, മട്കു എന്നാണ് എന്റെ പേര്. ഞാനിനി ഒരു വികൃതിയും കാണിക്കില്ല. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനും നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കട്ടെ? ഹാ? ആ. ഏയ്, ഹാ, 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 ഹു, ഹു. നന്നായിട്ട് തട്ടുന്നുണ്ടല്ലോ. ഇത് മാലാഖയോ അതോ രാക്ഷസിയോ? അടിപൊളി. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു, ഇനി ഉച്ചയൂടെ 2 മണിക്കൂർ കഴിഞ്ഞു മതി. ഇവിടെ ഒട്ടും സമയം പോകുന്നില്ല. മട്കു, നിന്റെ മാന്ത്രിക വടിയെടുക്ക്. നമുക്ക് ഉടൻ തന്നെ മാലഹമാരുടെ രാജ്യത്തിലേക്ക് പോകാം. പക്ഷെ എന്റെ കയ്യിൽ മാന്ത്രിക വടിയില്ലല്ലോ. എന്നാ പിന്നെ മാജിക് കാണിച്ച് ഐസ്ക്രീം വരുത്ത്. വേണ്ടടാ, ചോക്ലേറ്റ് മതി. എനിക്കൊരു ചോക്ലേറ്റിന്റെ മിൽക്ക് ഷേക്ക് മതി. നിങ്ങൾ ഈ പറയുന്ന മാജിക് ഒന്നും എനിക്കറിയില്ല. മട്കു, നമുക്ക് കുറച്ചേരം ആകാശത്തുനിന്ന് പറഞ്ഞിട്ട് വന്നാലോ? അയ്യോ. നമസ്കാരം. മട്കുമോളെ, നീ എന്തിനാ ആരോട് ചോദിക്കാതെ പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്? മട്കു, നീ വീട്ടിൽ പറയാതെയാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, ഇവര് രണ്ടുപേരും ചേർന്ന് എന്നെ മാജിക് പഠിക്കാൻ നിർബന്ധിക്കുകയാണ്. മാലാഖ ആവുമ്പോ പിന്നെ മാജിക് പഠിക്കേണ്ടി വരില്ലേ മോളെ? അല്ലെങ്കിൽ നിന്നെ മാലാഖയായിട്ട് ആര് അംഗീകരിക്കും? മാലാഖമാരുടെ പ്രത്യേകതകളൊക്കെ നിനക്കും വേണ്ടതല്ലേ? അത് എന്നെ കൊണ്ട് പറ്റുന്നതല്ല അച്ഛാ. എനിക്ക് മാജിക് പഠിക്കുന്ന ഇഷ്ടമല്ല. നിനക്കത് പഠിക്കാതെ വേറൊരു മാർഗവും ഇല്ല. നോക്കുമോളെ, അച്ഛൻ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്. മാലാഖയാവുമ്പോൾ മാലാഖമാരുടെ പ്രത്യേകതകൾ നിനക്ക് വേണ്ടേ? നീ മര്യാദക്ക് വന്നില്ലാന്നുണ്ടെങ്കിലേ എനിക്ക് നിന്നെ പിടിച്ചോണ്ട് പോവേണ്ടി വരും. എന്റെ ഫ്രണ്ടിനെ അങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. അയ്യോ. സർദാർ ബനി, ഹണി വീണു. അങ്കിളിന് മാജിക് അറിയാവുന്നല്ലേ? എന്റെ വലിയളിനെ പഴയതുപോലെ ആക്കണം. ഞങ്ങൾക്ക് മാജിക്കിലൂടെ ഗിഫ്റ്റ് കൊടുത്ത് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ മാത്രമേ കഴിയൂ. ഇതുപോലുള്ള മുറിവുകളൊന്നും മാറ്റാൻ കഴിയില്ല. ഇവനെ വേഗം ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. സോറി മട്കു, ഹണിയുടെ വേദന അങ്ങനെയൊന്നും മാറില്ല. ഹണി, നിന്റെ വേദന എല്ലാം മാറും. ഇവന്റെ തലയിലെ മുഴ കാണുന്നില്ലല്ലോ. വേദനയും പോയി. സോറി അങ്കിളിന്റെ കാലം നന്നായിട്ട് മാജിക് കാണിക്കാൻ മഗ്ഗുവിന് അറിയാം. മഗ്ഗുവിന്റെ നല്ല മനസ്സാ. അവൾക്ക് നല്ലൊരു ഹൃദയമുണ്ട്. അവളൊന്ന് തൊട്ടാലോ സംസാരിച്ചാലോ രോഗം മാറും. ഒരാളുടെ സങ്കടം മാറ്റുന്നതിനേക്കാളും വലിയൊരു മാജിക് ഈ ലോകത്ത് എന്താണ് ഉള്ളത്, അല്ലേ അങ്കിൾ?